നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സഖാവുമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്ത് എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് വീണ വിജയന് ഇത്രയേറെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ആദ്യം ആ വാദം വിചിത്രം എന്നെനിക്ക് തോന്നി. അതിനുശേഷം കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴയുടെ MLA, കോൺഗ്രസിൻ്റെ പടക്കുതിര, ഏറ്റവും കരുത്തനായ നേതാവ്, യുവ നേതാവ്, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അപ്പോൾ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് ഒരു ആരോപണം ഉന്നയിച്ചു. അത് അനാഥാലയങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റുന്നു എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഈ ആരോപണത്തോടൊപ്പം തന്നെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും രേഖകളുമൊക്കെ ആയിട്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് എല്ലാ മാസവും ചില അനാഥാലയങ്ങളിൽ നിന്ന് വീണ വിജയൻ്റെ എക്സാലോജിക് കൺസൾട്ടിങ്ങിലേക്ക് പേയ്മെൻറ്റ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ്. നിസ്സാരമായ ഒരു ആരോപണമല്ല, വളരെ ഗുരുതരമായ ആരോപണമാണ്. പക്ഷേ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു കൺസൾട്ടിങ് ഫേം കൂടിയാണ്. അവർക്ക് ബിസിനസ് കൺസൾട്ടിങ് ഉണ്ട്. അവരുടെ എക്സാലോജിക്കിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അവർക്ക് ബിസിനസ് കൺസൾട്ടിങ് ഉണ്ട്. അങ്ങനെ ബിസിനസ് കൺസൾട്ടിങ് ഉള്ള ഒരു സ്ഥാപനത്തിന് അനാഥാലയത്തിൽ നിന്നും എങ്ങനെ പണം വാങ്ങാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമായി ഈ മലയാളികളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതായത് നിതി ആയോഗിൽ പ്രൊജക്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനും കേരളത്തിലെ ഏതൊരു കമ്പനിയോടും CSR ഫണ്ടിൻ്റെ ഡൊണേഷന് ആവശ്യപ്പെടാം. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് കേരളത്തിലെ പല MLA മാരും MP മാരും ഒക്കെ ഒരുപാട് വീടുകൾ വെച്ച് നൽകുന്നത്. അതോടൊപ്പം തന്നെ പല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതോടൊപ്പം തന്നെ മറ്റ് പല ചികിത്സകൾ നടത്തുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഇങ്ങനെ എന്താ പറയുക, ഈ CSR ഫണ്ടിൽ നിന്ന് ഡൊണേഷൻ നൽകുന്നത്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. അവർ നിതി ആയോഗിൽ ഒരു പ്രൊജക്റ്റ് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഇവിടെയുള്ള കമ്പനികളോട് തൻ്റെ പ്രൊജക്റ്റിലേക്ക് ഡൊണേഷൻ നൽകണമെന്നുള്ള ഒരു റിക്വസ്റ്റും കൊടുക്കും. അത് കൊടുത്താൽ മാത്രമേ ആ പ്രൊജക്റ്റിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു ആവശ്യകത ഒക്കെ പരിഗണിച്ചിട്ടാണ് കമ്പനികൾ സാധാരണ അനാഥാലയങ്ങളായിക്കോട്ടെ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനൊക്കെ പണം നൽകുന്നത്, ഡൊണേഷൻ നൽകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നിതി ആയോഗിൽ ഒരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്ത് ആ പ്രൊജക്റ്റ് നിതി ആയോഗിൽ സബ്മിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള CSR ഉള്ള കമ്പനികളെ കണ്ടെത്തി ആ കമ്പനികളോട് റിക്വസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഒരു ജോലിയാണത്. അത് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. അത് ഏതെങ്കിലും ഒരു നല്ല കൺസൾട്ടിങ് ഫേമിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലി വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ പ്രൊഫൈലിൽ കയറുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് ബിസിനസ് കൺസൾട്ടിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ CSR കൺസൾട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ വിജയൻ ഏതെങ്കിലുമൊക്കെ അനാഥാലയങ്ങൾക്ക് കേരളത്തിൽ അവരുടെ കൺസൾട്ടിംഗ് ഏജൻ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് ഒരുപക്ഷെ പ്രൊജക്റ്റുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. ഈ പ്രൊജക്റ്റുകൾക്ക് എല്ലാ മാസവും ഈ പ്രൊജക്റ്റുകളിലേക്ക് പല പല കമ്പനികൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടാവാം. ആ ഡൊണേഷൻ്റെ ഒരു കൺസൾട്ടിംഗ് ഫീസായി ഒരു നിശ്ചിത പെർസെൻറ്റേജ് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അതവരുടെ പ്രൊഫഷനാണത്. അതായത് ഇപ്പോൾ ഡൊണേഷനായി കിട്ടുന്ന CSR ഫണ്ടിൽ ഡൊണേഷനായി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് കിട്ടുന്ന തുകയുടെ 20% വരെ അഡ്മിനിസ്ട്രേഷനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ബാക്കി വരുന്ന 80% ആ ഒരു പർപ്പസിന് വേണ്ടി, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ വീണ വിജയന് അനാഥാലയങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവുക കൺസൾട്ടിങ് ഫീസാണ്. ഇനി ഇതേ രീതിയിലാണ് നടന്നിട്ടുള്ളത് എങ്കിൽ വീണ വിജയൻ അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത് മാസപ്പടിയല്ല, അവർ ചെയ്ത ജോലിയുടെ പണമാണ്. മറിച്ച് ഒരു വൻതുക ഒരു കമ്പനിയിൽ നിന്നും നിതി ആയോഗിലൊന്നും രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ ചാരിറ്റബിൾ ഓർഗനൈസേഷനിലേക്ക് എത്തുകയും അതിൻ്റെ നേർപകുതിയൊക്കെ വീണ വിജയൻ്റെ എക്സാലോജിക്കിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണത്. മണി ലോണ്ടറിങ്ങിനൊക്കെ അപ്പുറത്തേക്ക് വരുന്ന ഒരു വലിയ ക്രിമിനൽ ഒഫൻസായിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഏതായാലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആരോപണങ്ങൾക്കപ്പുറത്ത് ഒരു ആരോപണം വന്നു എന്ന് കരുതി അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റക്കാരിയാണ് എന്ന് നമുക്ക് വിധിക്കാൻ സാധിക്കില്ല. നേരത്തെ CMRലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആളുകൾ സംശയത്തിൻ്റെ നിഴലിൽ അവരെ നിർത്താൻ കാരണം എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന
എക്സലും ടാലിയും ഒക്കെ സർവീസ് കൊടുത്തിട്ട് അതിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ വാങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ചിരിച്ചത്. ഏതായാലും അനാഥാലയങ്ങളിൽ നിന്ന് കൺസൾട്ടിംഗ് ഫീസ് മേടിച്ചതിൽ തെറ്റില്ല. പക്ഷേ അതിൽ സുതാര്യത ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ്, പിന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. നന്ദി, നമസ്കാരം.